അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കുന്നത് 6ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ 3ാമത്തെ പാഠം വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. ഈ പാഠഭാഗത്തിൽ നമ്മൾ അല്ലാഹു തആലയുടെ നാമങ്ങളാണ് പഠിക്കുന്നത്. പാഠഭാഗം വായിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും എല്ലാ അനുഗ്രഹങ്ങൾ നൽകുന്നവനുമായ അള്ളാഹുവിന്റെ നാമങ്ങൾ എത്ര പരിശുദ്ധമാണ്. പിറന്നു വീണ ഉടനെ നാം ആദ്യം കേൾക്കേണ്ടതും ദുനിയാവിൽ നിന്ന് പിരിയുമ്പോൾ അവസാനം ഉച്ചരിക്കേണ്ടതും അള്ളാഹു എന്ന നാമമാണ്. നമ്മുടെ നാവിലും കൽബിലും എപ്പോഴും അത് ഉണ്ടായിരിക്കണം. അള്ളാഹുവിന് സുന്ദരമായ 99 നാമങ്ങളുണ്ട്. അള്ളാഹുവിന് സുന്ദരമായ 99 നാമങ്ങളുണ്ട്. നാം ഈ ഭൂമിയിൽ പിറന്നു വീണ ഉടനെയും ഭൂമിയിൽ നിന്ന് പിരിയുമ്പോൾ അവസാനം ഉച്ചരിക്കേണ്ടതും അള്ളാഹു എന്ന നാമമാണ്. നമ്മുടെ നാവിലും കൽബിലും എപ്പോഴും അള്ളാഹുവിൻ്റെ നാമം ഉണ്ടായിരിക്കണം. 99 നാമങ്ങളുണ്ട്. അവ നാം മനഃപ്പാഠമാക്കുകയും എന്നും ചൊല്ലി ദുആ ചെയ്യുകയും വേണം. അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങളാണ് അസ്മാഉൽ ഹുസ്ന. സുന്ദരമായ നാമങ്ങളാണ് അസ്മാഉൽ ഹുസ്ന. ഇനി നമുക്ക് അടുത്തത് എന്താണ്? അല്ലാഹു തആല പറയുന്നു. എന്താ പറയുന്നത്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഊഹു ബിഹാ. അള്ളാഹുവിന് സുന്ദരമായ പേരുകളുണ്ട്. അവ ഉപയോഗിച്ച് അവനോട് നിങ്ങൾ ദുആ ചെയ്യുക. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹുവിന് സുന്ദരമായ പേരുകളുണ്ട്. അവ ഉപയോഗിച്ചിട്ട് അവനോട് നിങ്ങൾ ദുആ ചെയ്യുക അള്ളാഹു തആല പറഞ്ഞത്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ലഭിക്കുന്ന ചില ഗുണങ്ങൾ എന്തൊക്കെയാണ്? മനഃപ്പാഠമാക്കിയവന് സ്വർഗം ലഭിക്കും. അസ്മാഉൽ ഹുസ്ന മനഃപ്പാഠമാക്കിയവന് സ്വർഗം ലഭിക്കും. അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. അതുകൊണ്ട് ദുആ ചെയ്യാം. നമ്മുടെ ദുആയുടെ തുടക്കത്തിൽ റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ നാഥ, അങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചേർത്തിട്ട് ദുആ ചെയ്യാം. അപ്പോൾ ആ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന എന്ന് കൊടുത്ത് നമുക്ക് ആ നാമങ്ങൾ അവിടെ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു റഹ്മാൻ റഹീം മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിൻ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിറുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു അൽ ഗഫാറു അൽ ഖഹാറു അൽ വഹാബു അർ റസാഖു അൽ ഫത്താഹു. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് വോയിസിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഓർഡറിൽ മനസ്സിലാക്കി പഠിക്കുക, മനഃപ്പാഠമാക്കുക. ഓക്കെ. അപ്പോൾ ആ 99 നാമങ്ങളും ഈ നാമങ്ങൾ പഠിക്കുകയും പതിവായി ഉരുവിടുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടി സ്വർഗപ്രവേശനം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പം എത്രയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്? നമുക്കതിൻ്റെ തദ്രിഭാഗത്തിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നത് നോക്കാം. എന്താണ്? ഉത്തരം എഴുതാനാണ് ആദ്യം. എന്താണ്? പിറന്നു വീണ കുഞ്ഞിന് ആദ്യം കേൾക്കേണ്ട നാമം ഏത് എന്നാണ്. ഏതാണ്? അള്ളാഹു എന്ന നാമമാണ്. പിറന്നു വീണ ഒരു കുഞ്ഞും ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന ഒരു മനുഷ്യനും കേൾക്കേണ്ടത് അള്ളാഹു എന്ന നാമമാണ്. ഇനിയോ അള്ളാഹുവിൻ്റെ അസ്മാവ് കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങളിൽ നിന്ന് 2 എഴുതുക. നമ്മൾ പറഞ്ഞു 2 പോയിന്റായിട്ടാണ് പാഠഭാഗത്ത് പറഞ്ഞത്. എന്താണ്? മനഃപ്പാഠമാക്കിയവന് സ്വർഗം ലഭിക്കും. അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരവും ലഭിക്കും. അപ്പം അത് എഴുതാം. അടുത്തതാ, അള്ളാഹുവിൻ്റെ അസ്മാവുകളിൽ നിന്ന് 10 എഴുതാനാണ്. അപ്പോൾ അവിടെ അസ്മാവുകളിൽ നിന്ന് ആദ്യത്തെ 10 നമുക്കവിടെ എഴുതാം. ഇനി നിർമ്മിക്കാനാണ്. എന്താണ്? അസ്മാഉൽ ഹുസ്ന എഴുതിയ ചാർട്ട്. അസ്മാഉൽ ഹുസ്ന മുഴുവനായിട്ട് 99 നാമങ്ങൾ എഴുതിയിട്ടൊരു ചാർട്ട് നിർമ്മിക്കാനാണ്. പിന്നെ നമുക്ക് തീരുമാനിക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു പ്രതിജ്ഞ പോലെ എടുക്കാം. എന്ത്? അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യൽ ഞാൻ പതിവാക്കും എന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കാനാണ്. അതാണ് ഇവിടെ
മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വന്നത്. പിന്നെ നമ്മൾ പാഠഭാഗത്തു നിന്ന് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഊ ബിഹാ, അള്ളാഹുവിന് സുന്ദരമായ പേരുകളുണ്ട്, അവ ഉപയോഗിച്ച് അവനോട് നിങ്ങൾ ദുആ ചെയ്യുക. വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഡാഷ് ബിഹാ ഫദഊ ബിഹാ. അത് വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും, പൂർത്തിയാക്കി കൊടുക്കാൻ വരും. വലില്ലാഹിൽ അസ്മാഉ ഡാഷ് ഹുസ്ന ഫദഊ ബിഹാ. അർത്ഥം എഴുതാൻ വരും, സാരം എഴുതുക പറഞ്ഞു, ഡാഷ് എഴുതുക എന്നിട്ട് അള്ളാഹുവിന് സുന്ദരമായ പേരുകളുണ്ട്, അവ ഉപയോഗിച്ച് അവനോട് നിങ്ങൾ ദുആ ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പാഠഭാഗത്തിൽ. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അള്ളാഹുവിൻ്റെ സുന്ദരമായ പേരുകളാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന എന്നാൽ. അപ്പോൾ മനസ്സിലാക്കാം. നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാം. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.